ആരവിടെ ബെല്ലടിക്കണ? അയ്യോ, എന്തപ്പ പെട്ടെന്നൊക്കെ ഒരു വരവ്, ഒരു മുന്നറിയിപ്പില്ലാതെ. എന്താ എന്റെ പേരേക്ക് വരാൻ എനിക്ക് ഇനിയിപ്പോ ആരോടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ കാലം കഴിയോളം ഞാൻ കണ്ടത് ഇന്റത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്റെ കാലൊക്കെ കഴിഞ്ഞാ പിന്നെ എന്താ വാ. എന്താ ഇപ്പൊ പെട്ടെന്നൊരു വരവൊക്കെ കണ്ട്? എന്ത് വരാനാ, അവിടെ ഇപ്പൊ എപ്പോഴാ പ്രശ്നമില്ലാത്തത്? ഓല് പിന്നെ രണ്ടാമത് തുടങ്ങിയില്ലേ എന്നിട്ട് ഇടങ്ങറാക്കല്. മഹറും കൂടി ഓല് ഊരി വാങ്ങിയില്ല. ആദ്യൊക്കെ ഓലെ മോനെ എന്റെ കൂടെ കൂട്ടിയിട്ട് വർത്താനം പറഞ്ഞിരുന്നു, മോനെ പറ്റിട്ടും പറഞ്ഞിരുന്നു. ഓല് പോയി പൈസ അയക്കലൊക്കെ തുടങ്ങിയപ്പോ ഓലെ പറ്റും, പിന്നെ പറ്റൂല. കുട്ടിയില്ലാത്തതിന്റെ പേരും പറഞ്ഞിട്ട് എന്നും ഓരോ പ്രശ്നങ്ങളാ. എനിക്ക് നല്ല തല വേനിക്കുണ്ട്. ഉള്ള ചായ തരുമോ? താത്തല്ല ഇവിടെ? ഓളത് അപ്പുറത്തുണ്ട്. എടീ മോളെ. നാത്തൂനോ? ഇതെപ്പോ വന്ന്? ഇന്നതെപ്പോ വന്നിട്ടുള്ളൂ. എന്താ മുഖൊക്കെ അല്ലാതിരിക്കണ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൊഴപ്പൊന്നുമില്ല താത്ത, നല്ല തലവേദന ഉണ്ട്. ഞാൻ ഉമ്മാനോട് ഗ്ലാസ് ചായ തരുമെന്ന് ചോദിച്ച്. ചായ ഞാൻ ഇപ്പൊ കൊടുന്നേരട്ടാ, ഈ ഇരിക്കേ. എന്തിനാണോ ഇപ്പൊ കെട്ടിയെടുത്തുക്കണത്? നമുക്ക് നിക്കണോടത്ത് ഒരു പാത്ത് നിന്നാ പോരെ, എന്തിനാ എങ്ങോട്ട് വന്നിക്കണത്? നിങ്ങൾ എന്നെ കൊണ്ടൊന്ന് കൂടുതൽ പറയിപ്പിക്കണ്ട. ഞാൻ ഇവിടെ ചായ ഒന്നും ഉണ്ടാക്കണൊന്നുമില്ല. പിന്നെ എന്താണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്? അല്ല, മോൾ എന്തിനപ്പം ഇങ്ങോട്ട് വന്നിക്കണത്? മോൾക്ക് നിക്കണോടത്ത് നിന്നാ പോരെ. ഞാൻ ഉണ്ടല്ലോ വെച്ചുണ്ടാക്കി കൊടുക്കാനും ഒക്കെ. അപ്പൊ എന്റെ പെങ്ങള് വന്നതാണല്ലേ ഇപ്പൊ പ്രശ്നം. എടിയോള് ഇങ്ങണ്ടല്ലാതെ പിന്നെ വേറെ എടുക്കാ വരിക? ഈ എന്താ അത് മനസ്സിലാക്കാത്തത്? താത്ത, എന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ആരും ഇവിടെ ഒരു പ്രശ്നം വേണ്ട. ഞാൻ പോവാണ്, ഞാൻ പോയിക്കോളാം. ഇനി ആർക്കും ശല്യാണ് ഞാൻ വരുന്നില്ല. നിങ്ങള് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്. എന്റെ ഒരു ഗതികേടോണ്ടല്ല ഞാനിപ്പൊ ഇങ്ങനെ വന്ന് നിക്കണത്. സാരയാ, അവിടെ ഞാൻ ക്ഷമിച്ചു നിന്നോളാം. എന്താണ് അവിടെ ഒരു സംസാരൊക്കെ? ഓള് ഇങ്ങണ്ടല്ലാതെ പിന്നെ എവിടുക്കാ വരിക? എന്റെ കുട്ടിക്ക് അവിടെ നിൽക്കാനൊരു മാർഗം ഇല്ലാത്തോണ്ടാണ് നിങ്ങളെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ഓളെങ്ങനെ കുറ്റപ്പെടുത്തിയാലോ? ഒരു കുട്ടി ഇല്ലാത്ത വിഷമാണ് ഒന്നാമതായിനി. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴോ? നമുക്കൊരു കുട്ടിയില്ലേ? ഒരു കുട്ടി ഇല്ലാത്ത ഒരവസ്ഥ പറഞ്ഞാ മനസ്സിലാവൂല. ഇനി എവിടുക്ക ഞാൻ ഓളെ പറഞ്ഞയക്കേണ്ടത്? ഇങ്ങണ്ട് അല്ലാതെ ഓളെ എങ്ങണ്ടാ പിന്നെ വരേണ്ടത്? സോറി അടി, ഞാൻ അപ്പത്തെ ദേഷ്യത്തിന് എന്തൊക്കെയാ പറഞ്ഞു പോയതാണ്. എന്നോട് ക്ഷമിക്ക്. എന്റെ വിഷമങ്ങൾ അറിയാന് കുറച്ച് സമയം വേണ്ടി വന്നു. കാരണം എന്താ വെച്ചാല് എനിക്കും ഉണ്ടല്ലോ കുട്ടിയൊക്കെ. ആ വിഷമം എന്താ, കുട്ടി ഇല്ലാത്തതിന്റെ വിഷമം എന്താന്നുള്ളത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, അനക്കതുപോലെ ഇല്ലല്ലോ. ഞാനത് ചിന്തിച്ചില്ല. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇനി എന്ന് ഈ ഇവിടുന്ന് പോണോ അന്ന് പോയാ മതി. ഇനി ഒരിക്കലും ഞാൻ അന്നെ ഒന്നും പറയില്ല. ഈ പോയി കിടന്ന് ഞാൻ ചായ അങ്ങോട്ട് കൊടുന്നേരാം.